നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃക്കരിപ്പൂരിൽ ഒരു സംഘം ഹോട്ടൽ അടിച്ചു തകർത്ത് ജീവനക്കാരനെ ആക്രമിച്ച സംഭവത്തിൽ 19 പേർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. പുതുവത്സര രാത്രിയിലായിരുന്നു സംഭവം. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിൽ കാൽനട യാത്രക്കാർക്ക് മേൽനടപ്പാലം നിർമ്മിക്കുമെന്ന് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ. ഈ വർഷം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും വി രമേശൻ കാഞ്ഞങ്ങാട് പ്രസ് സംഘടിപ്പിച്ച മീറ്റ് ദ ചെയർമാൻ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ജില്ലയിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന ജനുവരി 3 മുതൽ. വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രവർത്തനക്ഷമതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനായി എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടം പൂർത്തിയാക്കിയിട്ടുണ്ട്. കാശ്മീരി മുളക് കൃഷിയിൽ വിജയഗാഥ തീർക്കാനൊരുങ്ങി ചിത്താരിയിലെ അബ്ദുൽ ഖാദർ. 10 സെന്റ് സ്ഥലത്താണ് അബ്ദുൽ ഖാദർ മുളക് കൃഷിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. സുവർണ കേരളം ഭാഗ്യക്കുറിയുടെ വെള്ളിയാഴ്ച ജനുവരി 2 നറുക്കെടുക്കുന്ന ടിക്കറ്റിൽ ആലേഖനം ചെയ്ത പെയിന്റിംഗ് ഹിന്ദു സമുദായത്തിന്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ അവഹേളിക്കുന്നു എന്ന ആരോപണം. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് തീയക്ഷേമസഭ സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യം അറിയിച്ചത്. മണിക്കോത്ത് മക്ക മുറൂസ് ജനുവരി 6 മുതൽ 12 വരെ തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പുതുവർഷം ആഘോഷിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൃക്കരിപ്പൂരിൽ ഒരു സംഘം ഹോട്ടൽ അടിച്ചു തകർത്ത് ജീവനക്കാരനെ ആക്രമിച്ച സംഭവത്തിൽ 19 പേർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. പുതുവത്സര രാത്രിയിലായിരുന്നു സംഭവം. തൃക്കരിപ്പൂരിൽ ഭക്ഷണം നൽകാൻ വൈകിയെന്നാരോപിച്ച് ഹോട്ടലിന് നേരെ യുവാക്കളുടെ അക്രമം. 19 പേർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. ഹോട്ടലിലെ ഇതര സംസ്ഥാന ജീവനക്കാരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു. പയ്യന്നൂർ സ്വദേശികളായ യുവാക്കളുടെ നേതൃത്വത്തിലുള്ള 25ഓളം വരുന്ന സംഘമാണ് തൃക്കരിപ്പൂർ ടൗണിലെ പോക്കോ ഹോട്ടൽ അടിച്ചു തകർക്കുകയും ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്തത്. പുതുവത്സര രാത്രിയിലായിരുന്നു സംഭവം. പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള ഷിഹാബുദ്ദീന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിലാണ് അക്രമം നടന്നത്. രാത്രി 11 മണിയോടെ ആദ്യം 4 യുവാക്കളാണ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയത്. ഓർഡർ ചെയ്ത് ഭക്ഷണം എത്താൻ വൈകിയെന്നാരോപിച്ച് ഇവർ ഹോട്ടലിലെ ഗ്ലാസുകളും പാത്രങ്ങളും എറിഞ്ഞു തകർക്കുകയായിരുന്നു. ഉടമ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ചന്ദേര പോലീസ് യുവാക്കളെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിച്ചുവെങ്കിലും പിന്നീട് വിട്ടയച്ചു. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ കൂടുതൽ പേരെ സംഘടിച്ചെത്തിയ സംഘം ഹോട്ടലിൽ അക്രമം നടത്തുകയായിരുന്നു. ഹോട്ടലിന്റെ ചില്ലുകൾ തകർക്കുകയും ഇതര സംസ്ഥാനക്കാരായ ജീവനക്കാരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. പുറത്ത് പാർക്ക് ചെയ്തിരുന്ന ഡെലിവറി വാഹനങ്ങളും സംഘം തകർത്തിട്ടുണ്ട്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പയ്യന്നൂർ സ്വദേശികളായ യുവാക്കൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. കണ്ടാലറിയാവുന്ന 19 പേർക്കെതിരെയാണ് ചന്ദേര പോലീസ് കേസെടുത്തത്. സംഭവത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ പ്രതിഷേധിച്ചു. അക്രമത്തിന്റെ CCTV ദൃശ്യം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിൽ കാൽനട യാത്രക്കാർക്ക് മേൽനടപ്പാലം നിർമ്മിക്കുമെന്ന് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ. ഈ വർഷം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും വി രമേശൻ കാഞ്ഞങ്ങാട് പ്രസ് സംഘടിപ്പിച്ച മീറ്റ് ദ ചെയർമാൻ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിൽ കാൽനട യാത്രയ്ക്കായി മേൽനടപ്പാലം യാഥാർത്ഥ്യമാക്കുക എന്നതാണ് പ്രഥമ പരിഗണനയെന്ന് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ. ഈ വർഷം അവസാനത്തോടെ തന്നെ നടപ്പാലം യാഥാർത്ഥ്യമാക്കും. ഇതിനായി സ്ഥലപരിശോധന പൂർത്തിയാക്കി രൂപരേഖയും തയ്യാറാക്കി. സ്വകാര്യ സംരംഭകരുടെ സഹായത്തോടെയായിരിക്കും പദ്ധതി യാഥാർത്ഥ്യമാക്കുക എന്ന വി രമേശൻ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച മീറ്റ് ദ ചെയർമാൻ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇനി കാഞ്ഞങ്ങാട് വരുന്ന ദിവസം നമ്മുടെ കോട്ട അദ്ദേഹം സന്ദർശിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും കൂടെ ഉണ്ടാവണം. നമുക്ക് എങ്ങനെ ആണ് അത് ഒരു ജനസൗഹൃദ മേഖലയാക്കി മാറ്റാൻ കഴിയുമെന്ന് നമുക്ക് ആലോചിച്ചതിനനുസരിച്ചുള്ള പദ്ധതി സർക്കാരിൻ്റെ ഒരു സഹായത്തോടുകൂടി യാഥാർത്ഥ്യമാക്കാം. ഇവിടെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ശ്മശാനം ഉണ്ട്. പറയുന്നത് നേരത്തെ പറഞ്ഞാണ്. എന്നിരുന്നാലും ആദ്യ പദ്ധതിയിൽ തന്നെ വൈദ്യുതി ശ്മശാനം നമ്മൾ ഉണ്ടാക്കും.
മിനിമാക്സിന് ഏറെ പ്രാധാന്യം കൊടുക്കും. വെളിച്ചം, വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം, അതിന് എല്ലാവർക്കും ഇരുട്ട് മാറ്റി വെളിച്ചമുണ്ടാക്കാനുള്ള പദ്ധതി ഉണ്ടാക്കണം. അതുപോലെ തന്നെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം ക്യാമറ വെക്കണമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അവിടെയൊക്കെ ക്യാമറ വെക്കാം. അതിൻ്റെ പദ്ധതിയൊക്കെ ഈ എമർജൻസി എന്നതിൽ ഉൾപ്പെടുത്തി കഴിക്കും. പുതിയ ഇതാണ് മറ്റ് ഇവിടെ ചോദിച്ചാൽ ഒന്നും തന്നെ സിറ്റി ഗ്യാസിൻ്റെ ആദ്യം കണക്ഷൻ കൊടുക്കുന്ന പഞ്ചായത്ത് അജാദു, പിന്നെ കാഞ്ഞങ്ങാട് നഗരസഭ എന്നാണ് അവർ നേരത്തെ പറഞ്ഞത്. നഗരത്തിലെ അനധികൃത പാർക്കിംഗ് തടയും, കൂടുതൽ ഓട്ടോ സ്റ്റാൻഡുകളുടെ ആധിക്യം പരിശോധിക്കും. നഗരത്തിലെ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കാൻ നടപടിയുണ്ടാകും. പുതിയ ബസ് സ്റ്റാൻഡ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകും. മുറികൾ ഭൂരിപക്ഷവും ലേലത്തിൽ പോയിട്ടുണ്ട്. മുനിസിപ്പൽ ഓഫീസ് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ആധുനിക സൗകര്യങ്ങളോടെ മാറ്റും. പടിഞ്ഞാറ് ഭാഗത്തുള്ള 3 നില കെട്ടിടത്തിലായിരിക്കും മാറ്റുക. പഴയ ഓഫീസ് സോണൽ ഓഫീസായി നിലനിർത്തും. സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി ഈ ഭരണസമിതിക്ക് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വി രമേശൻ പറഞ്ഞു. അരയിപ്പുഴ നമ്പ്യാർക്കാൽ അണക്കെട്ടിൽ പാർക്ക് സ്ഥാപിക്കാൻ ആലോചനയുണ്ട്. ലക്ഷ്യമിടുന്നത് മാലിന്യമുക്ത കാഞ്ഞങ്ങാട്ടാണെന്നും വി രമേശൻ. ഉപാധ്യക്ഷ ലതാ ബാലകൃഷ്ണനും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ജില്ലയിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന ജനുവരി 3 മുതൽ. വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രവർത്തനക്ഷമതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനായി എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടം പൂർത്തിയാക്കിയിട്ടുണ്ട്. 2026 കേരള നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളുടെയും വിവിപാറ്റുകളുടെയും 1ാം ഘട്ട പരിശോധന ജനുവരി 3 ആരംഭിക്കും. കാസർഗോഡ് കളക്ടറേറ്റിലെ EVM വെയർഹൌസിൽ പ്രത്യേകം സജ്ജമാക്കിയ ഹാളിൽ വെച്ച് നടക്കുന്ന പരിശോധന ജനുവരി 25 വരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ നിന്നുള്ള അംഗീകൃത എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പരിശോധനകൾ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലവിലുള്ള നിർദ്ദേശങ്ങളനുസരിച്ച് FLC വിജയിക്കുന്ന യന്ത്രങ്ങൾ മാത്രമേ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുകയുള്ളൂ. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പുറമെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിവിധ തലങ്ങളിൽ ഈ പ്രക്രിയ നിരീക്ഷിക്കുന്നുണ്ട്. വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രവർത്തനക്ഷമതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനായി എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടം പൂർത്തിയാക്കിയിട്ടുണ്ട്. പരിശോധനാ പ്രക്രിയയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതിനായി ജില്ലയിലെ അംഗീകൃത ദേശീയ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളോട് തങ്ങളുടെ പ്രതിനിധികളെ അധികാരപ്പെടുത്താൻ ഡിസംബർ 22 രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ ആസ്ഥാനങ്ങളിലും സംസ്ഥാന ആസ്ഥാനങ്ങളിലും ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ കൈമാറി. യന്ത്രങ്ങളുടെ പരിശോധന സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ECI വെബ്സൈറ്റിൽ ലഭ്യമായ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാനുവലിൽ ലഭ്യമാണെന്നും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാശ്മീരി മുളക് കൃഷിയിൽ വിജയഗാഥ തീർക്കാനൊരുങ്ങി ചിത്താരിയിലെ അബ്ദുൽ ഖാദർ. 10 സെന്റ് സ്ഥലത്താണ് അബ്ദുൽ ഖാദർ മുളക് കൃഷിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ചിത്താരി സ്വദേശിയായ അബ്ദുൽ ഖാദർ 10 സെന്റ് സ്ഥലത്താണ് കാശ്മീരി മുളക് കൃഷിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. തണ്ണിമത്തൻ കൃഷിയും വഴുതനയുമൊക്കെ ഇതിനൊപ്പം കൃഷി ചെയ്യുന്നുണ്ട്. ഭാര്യ ഫരീദയും കൃഷിക്ക് പിന്തുണയുമായി ഒപ്പം തന്നെയുണ്ട്. 24-ാം വാർഡിനകത്തെ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന മനുഷ്യൻ കൃഷിയെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ ചുറ്റുപാടും കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കൃഷിയെ സ്നേഹിക്കാനും പ്രോത്സാഹിപ്പിക്കാനും പൊതുവെ സംസ്ഥാന സർക്കാർ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് ഏറ്റെടുക്കാൻ ഒരാൾക്കെന്നല്ല ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങാതെ ഒരു സംഘടന എന്നുള്ള രീതിയിലേക്ക് ഒതുങ്ങുകയും അതിനാവശ്യമായിട്ടുള്ള പ്രോത്സാഹനങ്ങളൊക്കെയും പഞ്ചായത്തുമായി ഏറ്റെടുത്തുകൊണ്ട് നൽകുകയും ചെയ്യണമെന്നുള്ളത് ഒരാഗ്രഹം കൂടിയാണ്. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ആലോചിച്ച് അത് ചെയ്യാനുള്ള സൗകര്യം ചെയ്യാനുള്ള പ്രവർത്തനത്തിലേക്ക് നീങ്ങും എന്നുള്ളത് കൂടി പറയുകയാണ്. വളരെ നന്നായിട്ട് വ്യത്യസ്തങ്ങളായ കൃഷി വളരെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കർഷകനാണ് അദ്ദേഹം. ബസുമതി ഉൾപ്പെടെയുള്ള സ്പെഷ്യാലിറ്റി റൈസ്
ഈ പാടത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും ഈ രീതിയിൽ പച്ചക്കറി ഈ കാണുന്ന മുഴുവൻ പാടും അദ്ദേഹം ചെയ്യും. ഇപ്പോൾ തരിശായി കിടക്കുന്ന ഇപ്പോൾ കൃഷി തുടങ്ങിയതേ ഉള്ളൂ. ആ വശത്ത് പന്തൽ ഇനങ്ങൾ തുടങ്ങി. ഇപ്പോൾ ഈ വശത്ത് പന്തലില്ലാത്തത് അങ്ങനെ ചീര എല്ലാ കൃഷിയും ഈ പച്ചക്കറി കൃഷി ഇപ്പോൾ വയലിൽ അദ്ദേഹം ചെയ്യാറുണ്ട്. ഇപ്പോൾ തണ്ണിമത്തൻ ഉൾപ്പെടെയുള്ള കൃഷി ചെയ്തിട്ടുണ്ട്. കുളവേൽ ക്ലസ്റ്ററിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ ഇതിന് പരമാവധി ഇദ്ദേഹം നമ്മളെ കൃഷിഭവനിൽ വരാറുണ്ട്, പരമാവധി സഹായിക്കാറുണ്ട്. സാങ്കേതികമായിട്ടായാലും സാമ്പത്തികമായിട്ടായാലും നമ്മൾ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് പരമാവധി സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. മക്കളുടെ മക്കളും സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ കൃഷിക്ക് പിന്തുണയുമായി ഒപ്പം കൂടും. കൃഷിയിൽ ഏറെ തൽപരനായ അബ്ദുൾ ഖാദർ ഏറെ നേരവും ചിലവഴിക്കുന്നത് കൃഷിയിടങ്ങളിലാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന കേരളീയർക്ക് അബ്ദുൾ ഖാദർ എന്നും ഒരു മാതൃകയാണ്. ദിനേശ് താനത്ത്, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സുവർണ കേരളം ഭാഗ്യക്കുറിയുടെ വെള്ളിയാഴ്ച ജനുവരി 2 നറുക്കെടുക്കുന്ന ടിക്കറ്റിൽ ആലേഖനം ചെയ്ത പെയിന്റിംഗ് ഹിന്ദു സമുദായത്തിന്റെ വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങളെ അവഹേളിക്കുന്നു എന്ന് ആരോപണം. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് തീയക്ഷേമസഭ സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യം അറിയിച്ചത്. കേരള സർക്കാർ നേരിട്ട് നടത്തുന്ന കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ സുവർണ കേരളം ഭാഗ്യക്കുറിയുടെ വെള്ളിയാഴ്ച ജനുവരി 2 നറുക്കെടുക്കുന്ന ടിക്കറ്റിൽ ആലേഖനം ചെയ്തിരിക്കുന്ന പെയിന്റിംഗ് ഹിന്ദു സമുദായത്തിന്റെ വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങളെ അവഹേളിക്കുന്നതാണെന്ന് ഇവർ പറഞ്ഞു. ആർത്തരക്തം നേരിട്ട് പരിപാവനമായ ഭക്തിയുടെ ആരാധിച്ചു പോരുന്ന ശിവലിംഗത്തിൽ അഭിഷേകം നടത്തുന്ന അതിനീചമായ പെയിന്റിംഗാണ് കൊടുത്തിരിക്കുന്നതെന്നും സർക്കാർ ബോധപൂർവം നടത്തുന്ന ഹിന്ദു സമുദായ അവഹേളനം പിൻവലിച്ച് മുഖ്യമന്ത്രി ഹിന്ദു സമുദായത്തോട് മാപ്പ് പറയണമെന്നും തീയക്ഷേമസഭ സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഹിന്ദു സമുദായത്തെ നിരന്തരം അവഹേളിക്കുന്ന അപമാനിക്കുന്ന സർക്കാർ സംവിധാനം ഹിന്ദുക്കളുടെ കൂടി നികുതി പണത്തിലാണ് നടത്തിക്കൊണ്ടുപോകുന്നതെന്നും ഇവർ ആരോപിച്ചു. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണും, കേരള സുവർണ കേരള ലോട്ടറിയുടെ നാളെ നറുക്കെടുക്കുന്ന സുവർണ കേരള ലോട്ടറിയുടെ ചിത്രം ഒരു പെയിന്റിംഗ് ഈ ലോട്ടറി ടിക്കറ്റിൽ അച്ചടിച്ചു വന്നിരിക്കുന്നുണ്ട്. നമ്മുടെ കേരള ഹിന്ദു സമുദായത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളെ മൊത്തം വ്രണപ്പെടുത്തുന്ന അല്ലെങ്കിൽ തിരിഞ്ഞു കുടിക്കുന്ന അല്ലെങ്കിൽ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രമാണ് ഇതിന്റെ മുകളിൽ. അതായത് ശിവലിംഗത്തിന്റെ മുകളിലേക്ക് ആർത്തവ രക്തം അഭിഷേകം നടത്തിക്കൊണ്ടിരിക്കുക. ഇത് പല പ്രാവശ്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഹിന്ദു സമുദായത്തിന്റെ ശബരിമലയിലേക്ക് നടന്നിരിക്കുന്ന ആചാര ലംഘനങ്ങളുടെയും അതുപോലെ തന്നെ അവഹേളനങ്ങളുടെയും ഒരു വാക്യപത്രമായിട്ട് നമുക്കിത് കാണാൻ പറ്റുള്ളൂ. ഈ നറുക്കെടുപ്പ് നടക്കുന്നത് നാളെ ജനുവരി 2 ജനുവരി 2 കുറിച്ച് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് 2 വർഷം മുമ്പ് നമ്മുടെ ശബരിമലയുടെ ആചാരാനുഷ്ഠാന ലംഘനങ്ങളുടെ ഭാഗമായി സർക്കാർ സ്പോൺസേഡ് സർക്കാരിന്റെ ചതിവിലൂടെ 2 സ്ത്രീകൾ ശബരിമലയിൽ കയറി ശബരിമലയുടെ ആചാരാനുഷ്ഠാനം ലംഘിച്ച ദിവസമാണ്. നാട്ടിൽ നിലനിന്നു പോകുന്ന മതസൗഹാർദ്ദം തകർക്കുക എന്ന ഗൂഢലക്ഷ്യവും ഇതിനു പിന്നിലുണ്ടോ എന്ന സംശയവും ഇവർ പ്രകടിപ്പിച്ചു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രവി കുളങ്ങര, ജനറൽ സെക്രട്ടറി മയ്യൽ നാരായണൻ, സംസ്ഥാന കൺവീനർ തുരുത്തി രാഘവൻ പണിക്കർ, സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ അനിൽ ചന്ദേര, നാരായണൻ മാസ്റ്റർ, രാജൻ ചീമേനി, KPP കുഞ്ഞിക്കോരൻ, CC ചിത്രകാരൻ, സതീശൻ അരമങ്ങാനം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മണിക്കോത്ത് മക്ക മുറൂസ് ജനുവരി 6 മുതൽ 12 വരെ തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാണിക്കൂത്ത് മഖാം ഉറൂസ് ജനുവരി 6 മുതൽ 12 വരെ തീയതികളായി വിവിധ പരിപാടികളോടെ നടക്കും. ജനുവരി 6 വൈകിട്ട് 7 മണിക്ക് ജമാഅത്ത് പ്രസിഡന്റ് മുബാറക് ഹസൈനാർ ഹാജിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് സൗനലാബ്ദീൻ തങ്ങൾ അൽ ബുഖാരി ഉറൂസ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഹുബുൽ ഹബീബ് മദ സംഘം അവതരിപ്പിക്കുന്ന മദ്ഹെ മദീന മജ്ലിസ് നടക്കും. ഹാഫിൽ നൌഫൽ അൽ ഫാഹിലി ടീം നേതൃത്വം നൽകും. പ്രസിദ്ധമായ മാണിക്കോത്ത് മഖാം ഉറൂസ് ഈ വരുന്ന ജനുവരി 6, 7, 8, 9, 10, 11, 12 തീയതികളിലായി നടക്കുകയാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് പരിപാടികൾ കോർത്തിണക്കിക്കൊണ്ട് വിപുലമായ രൂപത്തിൽ സംഘടിപ്പിക്കുന്ന മാണിക്കോത്ത് മഖാം ഉറൂസ് 12-ാം തീയതി 10,000-കൾക്കുള്ള അന്നദാനത്തോടു കൂടി സമാപിക്കും. 2-ാം തീയതി ഉറൂസ്
കമ്മിറ്റി ചെയർമാൻ BB അബ്ദുറഹ്മാൻ ഹാജി പതാക ഉയർത്തുന്നതോടെ ആരംഭിക്കുന്ന ഉറൂസ് പരിപാടി കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഗത്ഭ പണ്ഡിതന്മാരും സൂഫിവര്യന്മാരും പ്രഭാഷകരും പങ്കെടുത്ത് പ്രഭാഷണവും കൂട്ടുപ്രാർത്ഥനയും അതേപോലെ തന്നെ മറ്റ് പരിപാടികളും കൊണ്ട് ധന്യമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാ വർഷവും നടന്നു വരുന്ന മാണിക്കോത്ത് മഖാം ഉറൂസിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മൾ കൽപ്പിക്കുന്ന മതമൂല്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്സി 9-ാം തീയതി വെള്ളിയാഴ്ച 4 മണിക്ക് നമുക്ക് മുന്നിലെത്തുന്നത്. കഴിഞ്ഞ 4 വർഷം മുമ്പും ബഹുമാനപ്പെട്ട സ്വാമിജി നമ്മുടെ ഉറൂസ് പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഈയൊരു വർത്തമാനകാല സാഹചര്യത്തിൻ്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള അവസ്ഥാവിശേഷം കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മാണിക്കോത്ത് ഉറൂസ് കമ്മിറ്റി എന്നും ശ്രദ്ധ പുലർത്തിയിരുന്നത്. 7-ന് രാത്രി 7 മണിക്ക് മാഷപ്പ് അവതരിപ്പിക്കും. ജനുവരി 9 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് സൗഹൃദ സദസ്സ് നടക്കും. ജനുവരി 10-ന് ശനിയാഴ്ച രാത്രി 8 മണിക്ക് ഷുക്കൂർ ഇർഫാനി റഹൂഫ് അസ്ഹരി നയിക്കുന്ന ഇശൽ വിരുന്ന് നടക്കും. ജനുവരി 11-ന് സമാപന സമ്മേളനം കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മുസ്തഫൽ സഖാഫി തെന്നല മതപ്രഭാഷണം നടത്തും. 12-ന് തിങ്കൾ ഉച്ചയ്ക്ക് മൗലീദ് പാരായണം നടക്കും. വൈകിട്ട് അന്നദാനവും നടക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഉറൂസ് കമ്മിറ്റി ചെയർമാൻ VV അബ്ദുൾ ഹാജി, വൈസ് ചെയർമാൻ മുല്ലക്കോയ തങ്ങൾ മാണിക്കോത്ത്, ട്രഷറർ P അഷ്റഫ്, ഭാരവാഹികളായ നാദർ ഷാ മല്ലമ്പലം, യൂനസ് ബദർ നഗർ, ലീഗ് മജീദ്, കരീം മൈത്രി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് നഗരത്തിൽ ലോട്ടറി സ്റ്റാളിനും ഫോട്ടോസ്റ്റാറ്റ് കടയ്ക്കും തീ പിടിച്ചത് പരിഭ്രാന്തിക്കിടയാക്കി. ഫയർഫോഴ്സ് എത്തി തീ അണച്ചില്ലായിരുന്നുവെങ്കിൽ മറ്റു കടകളിലേക്കും തീ പടർന്ന വൻ ദുരന്തം തന്നെ സംഭവിക്കുമായിരുന്നു. കാസർഗോഡ് താലൂക്ക് ഓഫീസിന് സമീപമാണ് ലോട്ടറി സ്റ്റാളിനും ഫോട്ടോസ്റ്റാറ്റ് കടയ്ക്കും തീപിടിച്ചത്. രാത്രി 11:15 കൂടിയാണ് കടകൾക്ക് തീപിടിച്ച വിവരം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇവർ ഉടൻ തന്നെ വിവരമറിയിച്ചതിനെ തുടർന്ന് കാസർഗോഡ് നിന്നും അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ VM സതീശന്റെ നേതൃത്വത്തിലെത്തിയ അഗ്നിരക്ഷാസേനയുടെ സംയോജിതമായ ഇടപെടലാണ് തൊട്ടടുത്ത കടകളിലേക്ക് തീ വ്യാപിക്കാതെ തടഞ്ഞത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അമൽ രാജ്, വൈശാഖ്, പാർത്ഥസാരഥി, രമേശ, അനുശ്രീ, ഹോംഗാർഡ് രാകേഷ്, ശ്രീജിത്ത് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കട ഉടമസ്ഥരുടെ പേര് വിവരം ലഭ്യമായിട്ടില്ല. കടകൾക്ക് ആരെങ്കിലും തീവെച്ചതാണോ മറ്റേതെങ്കിലും കാരണം കൊണ്ട് തീപിടുത്തമുണ്ടായതാണോ എന്ന കാര്യം പരിശോധിച്ച് വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവകപ്പള്ളിയിൽ വിശുദ്ധ പൗലോസ് സ്ലിഹായുടെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ജനുവരി 1 മുതൽ 5 വരെ നടക്കുന്ന തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ഇടവക വികാരി ഫാദർ മാത്യു തൈക്കൽ കൊടിയേറ്റി. 5 ദിവസങ്ങളിലായി നടക്കുന്ന തിരുനാൾ ആഘോഷത്തിന്റെ ആദ്യ ദിനത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും നൊവേനയ്ക്കും കണ്ണൂർ ഹോളി മൗണ്ട് ഡയറക്ടർ ഫാദർ ഷിജോ എബ്രഹാം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാത്രി ഇടവക അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പോയി ദൈവത്തെ ആരാധിച്ചിട്ട് മടങ്ങി വരാം. നടക്കുക. വെള്ളിയാഴ്ച വിശുദ്ധ കുർബാനയ്ക്കും നൊവേനയ്ക്കും ഏഴിമല ലൂർദ് മാതാ പള്ളി വികാരി ഫാദർ ജസ്റ്റിൻ എടത്തിൽ മുഖ്യ കാർമ്മികരായിരുന്നു. ജനുവരി 3-ന് ശനിയാഴ്ച വൈകുന്നേരം നടക്കുന്ന ആദ്യ കുർബാന സ്ഥൈര്യലേപന കർമ്മങ്ങൾക്ക് കണ്ണൂർ രൂപത സഹായമെത്രാൻ ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് തൃക്കരിപ്പൂർ ടൗണിലേക്ക് വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ സ്വരൂപം വഹിച്ച് അനുഗ്രഹയാത്ര നടക്കും. രാത്രി 8-ന് നിസരി ക്രിയേഷൻസിന്റെ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറും. ജനുവരി 4-ന് തിരുനാൾ ദിനത്തിൽ രാവിലെ 10-ന് നടക്കുന്ന സാഘോഷമായ ദിവ്യബലിക്ക് പരിയാരം സെന്റ് ജോൺ പോൾ സെക്കൻഡ് സെമിനാരി ഡയറക്ടർ ഫാദർ ഷോബി ജോർജ് മുഖ്യ കാർമ്മികനാവും. ഉച്ചയ്ക്ക് നേർച്ച ഭക്ഷണ വിതരണവും നടക്കും. ജനുവരി 5-ന് മരിച്ചവരുടെ ഓർമ്മദിന ആചരണ ഭാഗമായി രാവിലെ 6:45-ന് വിശുദ്ധ കുർബാനയ്ക്കും തുടർന്ന് കൊടിയിറക്കവും നടക്കും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നുവന്ന രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സപ്തദിന നാഷണൽ സർവീസ് സ്കീം സഹവാസ ക്യാമ്പിന് സമാപനമായി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം നിർവഹിച്ചു.
വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നുവന്ന രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സപ്തദിന നാഷണൽ സർവീസ് സ്കീം സഹവാസ ക്യാമ്പിന് സമാപനമായി. യുവത ഗ്രാമതയുടെ സമഗ്രതയ്ക്കായി ഇനിയും ഒഴുകും മാനവസ്നേഹത്തിൻ ജീവവാഹിനിയായി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്ന സഹവാസ ക്യാമ്പിൽ ഡിജിറ്റൽ കൂട്ടുകാർ, കരുതൽ കവചം, ലഹരിക്കെതിരെ നാടുണരട്ടെ, വിത്തും കൈക്കോട്ടും, സ്നേഹാങ്കണം, മണ്ണും മനുഷ്യനും, വേരുകൾ തേടി, പ്രാദേശിക ചരിത്രരചനയും പൈതൃക സംരക്ഷണവും, ദേശനാഴിക, സ്കൂൾ പൂന്തോട്ട നിർമ്മാണം എന്നീ പ്രവർത്തനങ്ങൾ നടന്നു. കൂടാതെ കൈമുതൽ, സന്നദ്ധം, ഗ്രാമസ്വരാജ്, ഹരിത സാക്ഷ്യം, ഉണർവ് എന്നീ ബോധവൽക്കരണ പരിപാടികളും നടന്നു. സമാപന സമ്മേളനം അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ഗീതം തന്നെ അതാണ്, മനസ്സ് നന്നാവട്ടെ, മതമേതെങ്കിലും ആയിക്കോട്ടെ എന്നാണ്. നമ്മൾക്ക് വേണ്ടിയല്ലാതെ മറ്റുള്ളവന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് NSSന്റെ ആപ്തവാക്യം. ആ ചെയ്യുന്നതിലൂടെ നമ്മൾ ഒരാളെ കൈപിടിച്ച് കൂടെ നടക്കുമ്പോ, പാതി വഴിയിൽ വീണു പോകുമ്പോ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുമ്പോ, അതൊക്കെയാണ് NSSന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. NSSന്റെ പ്രവർത്തനത്തോടൊപ്പം ഏറ്റവും നന്നായി പഠിച്ച് നല്ല മിടുക്കരാവണം, നല്ല മാർക്ക് വാങ്ങി ഇനി അങ്ങോട്ടുള്ള ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴും NSS എന്ന ക്യാമ്പിനെ മറക്കരുത്. നിങ്ങൾ ചിലപ്പോൾ +2 കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ ചേരുമ്പോൾ NSS ഉള്ള കോളേജുകളിലെത്തുമ്പോൾ ഈ പാത പിന്തുടരുകയും പുതിയൊരു നാട്ടിലേക്ക് എത്തുമ്പോൾ ആ നാട്ടിലെ പ്രിയപ്പെട്ട മക്കളായി മാറുകയും ചെയ്യണം. അതിലൂടെ നമ്മുടെ നാടിന്റെ മക്കളായി നിങ്ങൾ മാറണം. ദേശനാഴിക പ്രാദേശിക ചരിത്രരേഖ പ്രകാശനവും പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. NSS വോളണ്ടിയർമാർ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി സ്കൂളിൽ നിർമ്മിച്ച പൂന്തോട്ടത്തിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PK മഞ്ജിഷ നിർവഹിച്ചു. വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂൾ PTA പ്രസിഡന്റ് P വിനോദ് അധ്യക്ഷത വഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ KV സുകുമാരൻ, വേലാശ്വരം സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് KV സുനിൽകുമാർ, പ്രധാന അധ്യാപകൻ T വിഷ്ണു നമ്പൂതിരി, വോളണ്ടിയർ ലീഡർ KS അമർനാഥ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പ് കോർഡിനേറ്റർ C അനീഷ് സ്വാഗതവും പ്രോഗ്രാം ഓഫീസർ R പ്രീതി നന്ദിയും പറഞ്ഞു. ക്യാമ്പിൽ മികച്ച വോളണ്ടിയർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള അനുമോദനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 47 വർഷത്തെ സേവനത്തിനു ശേഷം കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് കളക്ഷൻ ഏജന്റായി സർവീസിൽ നിന്നും വിരമിക്കുന്ന പാണ്ഡുരംഗ ഷേണായിക്ക് യാത്രയയപ്പ് നൽകി. ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും കേരള കോർപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ അംഗങ്ങളും ചേർന്നാണ് യാത്രയയപ്പ് നൽകിയത്. നീണ്ട 47 വർഷത്തെ സേവനത്തിന് ശേഷം കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് കളക്ഷൻ ഏജന്റായി സർവീസിൽ നിന്നും വിരമിക്കുന്ന പാണ്ഡുരംഗ ഷേണായിക്ക് ബാങ്ക് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ അംഗങ്ങളുടെയും ചേർന്ന് യാത്രയയപ്പ് നൽകി. കുന്നുമ്മൽ മുഖ്യശാഖ ഹാളിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങ് വൈസ് പ്രസിഡന്റ് V ഗിനീഷ് ഉദ്ഘാടനം ചെയ്തു. എന്നെ സംബന്ധിച്ച് ഈ ചടങ്ങിന് മറ്റാർക്കും കിട്ടാത്തൊരു അവസരമായിരുന്നു. ഈ ബാങ്കിൽ 47 വർഷം ജോലി ചെയ്തായിരുന്നു. ഇപ്പോൾ എൻ്റെ ഈ ബാങ്കിന്റെ ചരിത്രത്തിൽ ഇതുവരെ അങ്ങനെ ആരും ഈ ബാങ്കിൽ നിന്നും വിരമിച്ചിട്ടുണ്ടാവില്ല. ഇനിയും ചിലപ്പോൾ അങ്ങനെ 47 വർഷം ഈ ബാങ്കിനെ സേവിച്ച ഒരാളുടെ യാത്രയുടെ ചടങ്ങ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അത്രയേറെ ഈ ബാങ്കുമായി ആത്മബന്ധമുള്ള ഒരു മനുഷ്യനാണ് പാണ്ഡുരംഗ. ഒരു വൈകുന്നേരങ്ങളൊക്കെ ഞങ്ങളൊക്കെ SFIയിലൊക്കെ ഭാരവാഹികളായി കാഞ്ഞങ്ങാട് ടൗണിൽ രാത്രികാലങ്ങളിൽ നിൽക്കുമ്പോൾ ആ കാഞ്ഞങ്ങാടിന്റെ നഗരവീതികളിലെ സൈക്കിളിൽ ഓടി പോകുന്ന മനുഷ്യൻ, അതെനിക്കറിയില്ല, കോട്ടച്ചേരി ബാങ്കിലെ ജീവനക്കാരനാണ്. ഇങ്ങനെ പിക്നിക് കളക്ഷൻ എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. ജീവനക്കാരുടെ സ്നേഹോപഹാരം ബാങ്ക് സെക്രട്ടറി VV ലേഖയും യൂണിയന്റെ ഉപഹാരം കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി KV വിശ്വനാഥനും കൈമാറി. V ഷനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. N ഗോപി, പ്രിയേഷ് കാഞ്ഞങ്ങാട്, K തങ്കമണി, C വിജയൻ, AV ചഞ്ചയൻ, AK ലക്ഷ്മണൻ, TP രാജേഷ്, M ഷനൂജ്, MA ഷനൂജ് എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി K പ്രഭാകരൻ സ്വാഗതവും മെയിൻ ബ്രാഞ്ച് മാനേജർ M സതീശൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിദേശത്ത് ജോലി ചെയ്യുന്നതിനിടയിൽ വാഹനാപകടത്തിൽ അകാലത്തിൽ മരണമടഞ്ഞ മോനാച്ചയിലെ ബിജുവിന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ തെരുവിൽ കഴിയുന്നവർക്ക് ഭക്ഷണവും തുണികളും നൽകി സൗഹൃദ കൂട്ടായ്മ. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു.
വിദേശത്ത് ജോലി ചെയ്യുന്നതിനിടയിൽ വാഹനാപകടത്തിൽ അകാലത്തിൽ മരണമടഞ്ഞ മോനാച്ചയിലെ ബിജുവിന്റെ 1-ാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി തെരുവിൽ കഴിയുന്നവർക്കും കഷ്ടത അനുഭവിക്കുന്നവർക്കും ഭക്ഷണവും തുണികളും നൽകി സൗഹൃദ കൂട്ടായ്മയാണ് ഈ മാതൃകാ പ്രവർത്തനം നടത്തിയത്. കാഞ്ഞങ്ങാട് ട്രാഫിക് സർക്കിളിന് സമീപത്ത് നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് വന്ന ആർക്കും പട്ടിണി അടക്കേണ്ടി വരുന്നു. ആ വിശപ്പ് രഹിത നഗരത്തിന് നേതൃത്വം കൊടുക്കുന്നത് കാഞ്ഞങ്ങാട് നന്മമരമാണ്. വർഷങ്ങളായി കാഞ്ഞങ്ങാട് നന്മമരം കാഞ്ഞങ്ങാടിനെ വിശപ്പ് രഹിത നഗരമാക്കി മാറ്റുന്നതിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചഭക്ഷണം മാത്രമല്ല, അവർക്ക് ഒരു പുതുവർഷ സമ്മാനം കൂടി ഇന്ന് ഉച്ചഭക്ഷണത്തിലെത്തുന്ന ആളുകൾക്ക് നൽകുകയാണ്. ഇത് നൽകുന്നത് കാഞ്ഞങ്ങാട് മോനാച്ചയിലെ അകാലത്തിൽ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ ബിജുവിൻ്റെ സ്മരണക്കാണ്. ബിജുവിൻ്റെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് വിവേകാനന്ദ ക്ലബിൻ്റെ പ്രവർത്തകർ ഉൾപ്പെടെ മോനാച്ചയിലെ ബിജുവിനെ സ്നേഹിക്കുന്ന ബിജുവിൻ്റെ സുഹൃത്തുക്കൾ ഇന്ന് ഇത് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കൂട്ടായ്മ അംഗം ഗോകുലാനന്ദൻ മോനാച്ച അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ, കൗൺസിലർ കെ രുക്മിണി, ബിജേഷ് മോനാച്ച, കെ സുഭാഷ്, എം ബാലകൃഷ്ണൻ, പി രാജേഷ്, രവി കണ്ണോത്ത് എന്നിവർ സംസാരിച്ചു. നന്മമരം പ്രസിഡന്റ് ബിബി ജോസ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ശോഭിക വെഡ്ഡിംഗ്സിൽ പുതുവത്സരാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. കലാപരിപാടികൾ ശ്രദ്ധേയമായി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ശോഭിക വെഡ്ഡിംഗ്സ് കാഞ്ഞങ്ങാട് ഷോറൂമിൽ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. പരിപാടിയിൽ മാനേജർ മൻസൂറും ഷോറൂം ഇൻചാർജ് നാസറും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് റിസ്വാനും പുതുവത്സരാശംസകൾ നേർന്ന് സംസാരിച്ചു. വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പം അതിനനുസരിച്ചുള്ള തീരുമാനം നമ്മൾ പുതിയൊരു വർഷമായിട്ട് ഇന്ന് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഈ വർഷം എന്നും നല്ലൊരു ഓർമ്മകളായിട്ട് ബാക്കിയുണ്ടാവും. കഴിഞ്ഞ വർഷങ്ങളിൽ പല രീതിയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന പല ആൾക്കാരും ഉണ്ടാവും അല്ലേ. ചിലർക്ക് പലരും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതേപോലെ നല്ലതായിട്ടുള്ള അനുഭവങ്ങളുണ്ടായ ഒരുപാട് ആൾക്കാരുണ്ടാവും. തുടർന്ന് ജീവനക്കാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ശ്രദ്ധേയമായി. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണായ ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി HR എക്സിക്യൂട്ടീവായ ഗോപികയും അനുശ്രീയും പരിപാടി നിയന്ത്രിച്ചു. പ്രശസ്ത നർത്തകിയും സീരിയൽ ആർട്ടിസ്റ്റുമായ കലാഭവൻ നന്ദനയുടെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സീതാലക്ഷ്മിയുടെയും സോഷ്യൽ മീഡിയ ഫെയിം ആഷ്ഫി ടെസ്ലയുടെയും നൃത്ത ചുവടുകൾ പരിപാടിക്ക് മാറ്റുകൂട്ടി. ചിറ്റിയടിച്ചാട്ടെ മഴത്തുടി കളിച്ചാട്ടെ ഇടിമിന്നലെറിഞ്ഞാട്ടെ മകരം മഞ്ഞാലയാൽ മുതിരും പൂമാതയെ കനവിൻ കണ്ണാടിയിൽ തെളിയും വാദങ്ങളെ മുത്തുമായി മുത്തം വെക്കും നക്ഷത്രമല്ലേ സ്വന്തമാക്കും
അഷ്റഫ് ചാമക്കാടിന്റെ നന്ദി പ്രകാശനത്തോടെ പുതുവത്സരാഘോഷത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃക്കരിപ്പൂരിൽ ഒരു സംഘം ഹോട്ടൽ അടിച്ചു തകർത്ത് ജീവനക്കാരനെ ആക്രമിച്ച സംഭവത്തിൽ 19 പേർക്കെതിരെ ചന്തേര പോലീസ് കേസെടുത്തു. പുതുവത്സര രാത്രിയിലായിരുന്നു സംഭവം. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിൽ കാൽനട യാത്രക്കാർക്ക് മേൽനടപ്പാലം നിർമ്മിക്കുമെന്ന് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ. ഈ വർഷം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും വി രമേശൻ കാഞ്ഞങ്ങാട് പ്രസ് സംഘടിപ്പിച്ച മീറ്റ് ദ ചെയർമാൻ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ജില്ലയിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന ജനുവരി 3 മുതൽ. വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രവർത്തനക്ഷമതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനായി എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടം പൂർത്തിയാക്കിയിട്ടുണ്ട്. കാശ്മീരി മുളക് കൃഷിയിൽ വിജയഗാഥ തീർക്കാനൊരുങ്ങി ചിത്താരിയിലെ അബ്ദുൽ ഖാദർ. 10 സെന്റ് സ്ഥലത്താണ് അബ്ദുൽ ഖാദർ മുളക് കൃഷിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. സുവർണ കേരളം ഭാഗ്യക്കുറിയുടെ വെള്ളിയാഴ്ച ജനുവരി 2 നറുക്കെടുക്കുന്ന ടിക്കറ്റിൽ ആലേഖനം ചെയ്ത പെയിന്റിംഗ് ഹിന്ദു സമുദായത്തിന്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ അവഹേളിക്കുന്നു എന്ന ആരോപണം. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് തീയക്ഷേമസഭ സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യം അറിയിച്ചത്. മാണിക്കോത്ത് മക്കാം ഉറൂസ് ജനുവരി 6 മുതൽ 12 വരെ തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പുതുവർഷം ആഘോഷിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.